ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ എനിക്കും ഏട്ടനുള്ള ചായ എടുത്തിട്ടുണ്ട്. ഒന്ന് വെളിയിൽ ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ തന്നെ നിന്ന് വേഗം ചായയെല്ലാം ഒന്ന് കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം ഒന്ന് അടുപ്പി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മൾ പിന്നെ വാഴയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നന്നായി തന്നെ കഴുകി എടുത്തതാണ്. വാഴയ്ക്ക ഞാൻ രണ്ടായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് രണ്ടായി കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ചെറിയ പീസും കൂടെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും വാഴയ്ക്കയും രണ്ടും കൂടെ കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ തനിച്ച് ചെയ്യുക, വാഴയ്ക്ക വേണമെങ്കിലും തനിച്ച് ചെയ്യാം കേട്ടോ. എൻ്റെ വാഴയ്ക്ക അധികം ഇല്ലാത്ത കാരണമാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ആവി വയ്ക്കാനുള്ള പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സോയ എടുത്ത് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ചുടുവെള്ളമൊന്നുമല്ല കേട്ടോ, നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് തന്നെയാണ് നമ്മൾ കുതിർക്കാൻ വെക്കുന്നത്. നമ്മുടെ ഏകദേശം ഈ പണിയെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ സോയൊക്കെ കുതിർന്ന് കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഞാനതവിടെ കുതിരാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ 3 നേന്ത്രപ്പഴം ഒന്ന് ആവി കയറ്റാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വാഴയ്ക്ക, അതുപോലെ തന്നെ നമ്മൾ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത് 3ഉം കൂടെ നമ്മളൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് വേണ്ടി വരും നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ കിടന്ന് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇത് വേവുന്ന നേരം കൊണ്ട് ഞാൻ വലിയ ഉള്ളി 2 എടുത്ത് നേരാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയമാകും നമ്മുടെ ആവിയൊക്കെ കയറി വെന്ത് വരാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഇതിന് 10 മിനിറ്റ് ആയി. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വാഴയ്ക്കയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതേ അടുപ്പിലേക്ക് നമ്മളൊരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ നമ്മൾ എന്താ പറയുക ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീയെ. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അതൊന്ന് ചൂടായതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചുള്ള നമ്മുടെ വലിയുള്ളി ചേർത്തെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതെന്താ പറയുന്നത് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ 1-2 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി കാണാത്തവരായിട്ട് പുതിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെ മാത്രം ഒന്ന് പച്ചമണം മാറിയാൽ മതി. നമ്മുടെ ഉള്ളി വഴറ്റേണ്ട യാതൊരു ആവശ്യമില്ല. ഈ പൊടികളുടെ പച്ചമണം നന്നായി മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 തക്കാളി, ഒരു 3 പച്ചമുളക് അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണ്ട കേട്ടോ. നമ്മുടെ ഉള്ളിയുടെ താഴത്തേക്ക് നിൽക്കും പോലെ വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളി നന്നായി തന്നെ വെന്ത് വന്നോട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ ആവി കയറ്റിയിട്ടുള്ള പഴം ഒന്ന് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്കും ഉരുളക്കിഴങ്ങും ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും അതുപോലെ നമ്മുടെ വാഴയ്ക്കയുടെയൊക്കെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വാഴയ്ക്ക് ഞാൻ സാധാരണ തൊലി കളയാണ്ടാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് വെക്കുന്ന കൂട്ടാൻ നമ്മൾ തൊലി കളയണം കേട്ടോ, എന്നാലോ നന്നായിരിക്കുള്ളൂ. എന്നിട്ട് അത് ചെറിയ പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാഴയ്ക്കും ഉരുളക്കിഴങ്ങും ഒരേപോലെ കട്ട് ചെയ്യുക കേട്ടോ. അതിപ്പോൾ എങ്ങനത്തെ പീസായാലും കുഴപ്പമില്ല, ഷേപ്പായിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല, അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായപ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി തന്നെ ഒന്ന് പൊട്ടി ചെറിയ കളറിൽ മാറ്റം വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ കുറച്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായി തന്നെ ഒന്ന് വഴഞ്ഞ് വന്നോട്ടെ കേട്ടോ. നമ്മുടെ ഉള്ളിയും പച്ചമുളക് ചെറുതായി വഴഞ്ഞ് വന്നതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും വാഴയ്ക്കയും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ
ഇതിലേക്ക് എന്താ പറയുക, മഞ്ഞൾപ്പൊടിയല്ല, ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ആവി വേവിക്കുമ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ വൈറ്റ് കളറിലാണ് നമ്മുടെ കൂട്ടാനിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വാഴയ്ക്കും ഉരുളക്കിഴങ്ങും കൊണ്ട് പൊടിമാസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. തമിഴ്നാട് സ്പെഷ്യൽ പൊടിമാസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ വെള്ളം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ പൊടിമാസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ പൊടിമാസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ വെന്തതിലേക്ക് നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സോയ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമ്മുടെ സോയ ഒന്ന് ചെറിയ വേവ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനതവിടെ വേവാനിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കിയപ്പോൾ പിന്നെ നമ്മളിന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ചോളപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചവെള്ളം തന്നെ കേട്ടോ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുക, നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി തന്നെ ഒന്ന് നനച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പുട്ടുപൊടി ചെയ്യും പോലെയല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുട്ടുപൊടിയിൽ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കില്ലേ എന്ന പോലെ ഇതും ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും തന്നെ നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ നമ്മുടെ ജീരകപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയക്കൂട്ടം നല്ല കുറുക്കനെ ഇരിക്കുന്നതാണ് കേട്ടോ. വെള്ളമില്ലാണ്ട് നല്ല അരളംപിരളന്നിരിക്കുന്ന സോയക്കറിയാണ് കേട്ടോ നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒന്ന് തിളവരട്ടെ. ആ തിളവരുന്ന നേരം കൊണ്ട് നമ്മൾ കുറച്ച് മല്ലിത്തല എടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി, സോയക്കറി, അതുപോലെ പഴം പുഴുങ്ങിയതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ വന്നിട്ട് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിറ്റമെല്ലാം അടിച്ചെടുത്ത് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ട് കറക്റ്റായി തന്നെ റെഡിയാകും കേട്ടോ. ഉണ്ടാക്കേണ്ട പാകമായി കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ വന്ന് മിറ്റം അടിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മിറ്റോടിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ പുട്ട് കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചീവി എടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റായ കാരണം പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ അത് ചീവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ പുട്ടുപൊടി നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാരറ്റ് ചീവിയത് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള പുട്ടാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്യാരറ്റും അതുപോലെ നമ്മുടെ ചോളപ്പുട്ടും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് തേങ്ങയെല്ലാം ചേർത്ത് പുട്ടെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ആവി കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആവി കയറ്റി വെക്കില്ല, ആവി കയറ്റാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം കുറേശ്ശെ ക്യാരറ്റ് ഇങ്ങനെ ചേർക്കും കേട്ടോ. എന്താ പറഞ്ഞാൽ ഈ ക്യാരറ്റ് വെറുതെ കഴിക്കുക അല്ലെങ്കിൽ ക്യാരറ്റ് ഉപ്പേരി തനിച്ച് കഴിക്കുക പറഞ്ഞാൽ എനിക്കത് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ക്യാരറ്റ് കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ചപ്പാത്തി, അതുപോലെ പുട്ട്, ഇതിലൊക്കെ ക്യാരറ്റ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് ആദ്യത്തെ ഉണ്ടാക്കിയപ്പോൾ തന്നെ അക്ഷയ്ക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. എന്താ പറയുക സമയമായി അവൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പഴം പുഴുങ്ങിയതും അതുപോലെ നമ്മുടെ പുട്ടും അതുപോലെ നമ്മുടെ സോയക്കറിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പഴവും അതുപോലെ ചോളം അതുപോലെ എന്താ പറയുക നമ്മുടെ സോയ, ക്യാരറ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കോഴിമുട്ടയൊന്നും പുഴുങ്ങാൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ പറ്റും പോലെ ചെയ്യാമല്ലേ. അപ്പോൾ സിമ്പിളാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തന്നത് എന്താണ് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള വെള്ളപ്പയർ പുളിയാണ് കേട്ടോ. അപ്പോൾ അതുള്ള കാര്യം നമ്മൾ ഒഴിച്ചു കൂട്ടാൻ വേറെ ഒന്നും ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും വെള്ളപ്പയർ പുളി വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് മോരൊഴിച്ച് കൊണ്ടുപോയാൽ മതി പറഞ്ഞു കേട്ടോ.
അപ്പോൾ പിന്നെ അവർക്ക് രണ്ടൊക്കെ മോര് ഒഴിച്ചു. പിന്നെ ഒരാൾക്ക് സോയ മതി പറഞ്ഞു, ഒരാൾക്ക് നമ്മുടെ പൊടിമാസ് മതി പറഞ്ഞു. അങ്ങനെ രണ്ടാൾക്കും ഞാൻ ഭക്ഷണമൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അക്ഷയ സ്കൂളിലേക്ക് പോയി കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അശ്വിന് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവനും പുട്ട് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് സോയ ഇത്തിരി ഇഷ്ടമായ കാരണം കുഴപ്പമില്ലാണ്ട് പുട്ട് കഴിക്കാൻ പറഞ്ഞു. പഴം പുഴുങ്ങിയത് അവനങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അവന് പഴമൊന്നും വേണ്ട പറഞ്ഞു. അത് കാരണം ഞാൻ പിന്നെ പുട്ടും സോയയും കൂടെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാനും വേഗം തന്നെ ഭക്ഷണം കഴിച്ചു. ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ആകുന്നതേ ഉള്ളൂ കേട്ടോ. അക്ഷയ പോയതും അശ്വിന് കൊടുത്തു. പിന്നെ ഏകദേശം ആയല്ലോ. അപ്പോൾ പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ റെഡിയായിട്ട് നമ്മുടെ അശ്വിനും സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏട്ടനും പോവുകയാണ്. അപ്പോൾ ഏട്ടനും ഇന്ന് ചോറ് കൊണ്ടുപോകണ്ട കേട്ടോ, ദൂരേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും വെക്കാണ്ടിരുന്നു കേട്ടോ. വെള്ളപ്പയർ പുളിയൊക്കെ ഉണ്ടല്ലോ, അത് അവർക്കാർക്കും വേണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വേറൊന്നും വെക്കാണ്ട് രാവിലെ പിന്നെ ഇങ്ങനെ ചെയ്തു. പിന്നെ ഉച്ചക്കലേക്ക് പിന്നെ നമ്മുടെ പൊടിമാസും വെള്ളപ്പയറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവരെല്ലാം പോയതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ഒഴിച്ചു മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒഴിച്ചു മാറ്റി അടച്ച് വെച്ച് നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ കൊണ്ടു ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വാഷ് ബേസിലാണ് കേട്ടോ നമ്മളിന്ന് പാത്രം കഴുകുന്നത്. എന്താ പറഞ്ഞാൽ ഇന്നലെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്നലെ പൈപ്പൊക്കെ ഇറക്കി വെള്ളമൊക്കെ അടിച്ച് ഒരുപാട് നേരം കഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ടും അത് ഇന്നലെ വെള്ളമൊന്നും പോകാണ്ട് അങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഡ്രൈനേജ് പൊടിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് രാവിലെ അതെല്ലാം ഇട്ട് പിന്നെ അതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ നമ്മുടെ കുഴിയിലെ പൈപ്പിൽ നിന്ന് ഓസൊക്കെ ഇട്ട് വെള്ളമൊക്കെ അടിച്ച് കറക്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ നമ്മുടെ ബ്ലോക്കൊക്കെ ഒന്ന് മാറി വെള്ളം കറക്റ്റായി പോകാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ എണീറ്റതും ബാക്കിയുള്ള പണികളൊക്കെ ഏട്ടൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഇന്നലെ ആ കുട്ടി വന്ന് കുറേ നേരമൊക്കെ ചെയ്ത് തന്നിട്ടും ഇന്നലെ ക്ലിയർ ആയില്ല കേട്ടോ. പക്ഷെ അവൻ ഇന്നലെ പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തീരെയും വെള്ളം പോകുന്നുണ്ടായിരുന്നില്ല. ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ അടിച്ച് ഓസൊക്കെ കുത്തി നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് ശരിയായില്ല. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം ഇതുപോലെ പൊടിയൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ചെയ്യാൻ പറയണം കേട്ടോ. പിന്നെ നമ്മൾ അതുപോലെയൊക്കെ കറക്റ്റ് ചെയ്ത് ഉള്ളിൽ കൂടെയൊക്കെ ഓസെല്ലാം ഇട്ട് വെള്ളമൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ക്ലിയറായി കേട്ടോ. നമ്മുടെ വെള്ളം പോണ പൈപ്പൊക്കെ ഒന്ന് ക്ലിയറായി. ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബ്ലോക്കെല്ലാം മാറി കേട്ടോ. അപ്പോൾ അതിൽ കഴുകാണ്ട് 2 ദിവസം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വിചാരിച്ച പോലെ പാത്രങ്ങൾ കഴുകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ബ്ലോക്കൊക്കെ മാറി നമുക്ക് പാത്രമൊക്കെ നേരെ കഴുകാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം കൊണ്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ. ഒന്നുമില്ല വെള്ളമില്ലെങ്കിൽ അത് വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ടായി, ഇതുപോലെ ബ്ലോക്ക് വല്ലതാണെങ്കിൽ വെള്ളം പോകാത്ത ബുദ്ധിമുട്ടായി, അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ബേസിൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റ് ആവുന്നതായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായി. എന്നാലും സംഗതിയൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നാളേക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരെയും ഒന്ന് അടിച്ച് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.